എന്താണ് സത്യത്തിൽ വിദ്യാഭ്യാസം? നമുക്ക് അവിടുന്ന് ചർച്ച തുടങ്ങാം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ടെങ്കിലും വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ആഴങ്ങളിൽ ചില ഡെഫിനിഷൻസ് ഉണ്ട്. അതിലൊന്ന് ആചാര്യാൽ പാദമത്രേ പാദം ശിഷ്യ സ്വമേധയാ പാദം ബ്രഹ്മചാരഭ്യ പാദം കാലക്രമേണധു എന്നാണ്. ആചാര്യൻ നിന്ന് കാൽഭാഗം ലഭിക്കുന്നു, കാൽഭാഗം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്നു, കാൽഭാഗം സ്വയമേവ ലഭിക്കുന്നു, കാൽഭാഗം കാലക്രമേണധു, കാലക്രമേണ കൊണ്ട് മരണം വരെ നമ്മൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് എഡ്യൂക്കേഷൻ എന്നാണ് ഒരു ഫിലോസഫി. എല്ലാ ഗുരുനാഥന്മാരിൽ നിന്നുകൂടി നമുക്ക് ആകെ കിട്ടുന്നത് പാദമാണ്. പാദം എന്ന് പറഞ്ഞാൽ കാല്. കാൽഭാഗത്തിനും പാദം എന്നാണ് സംസ്കൃതത്തിൽ പറയാം. അപ്പൊ ആചാര്യാൽ പാദമത്രേ, എല്ലാ ഗുരുനാഥന്മാരും കൂടി നമ്മളെ പഠിപ്പിച്ചാലും നമുക്ക് കാൽഭാഗം മാത്രമേ കിട്ടൂ. പാദം ശിഷ്യ സ്വമേധയ, ശിഷ്യൻ സ്വയമാണ് കാൽഭാഗം പഠിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്കറിയാത്ത കുറെ അറിവ് നിങ്ങൾക്കുണ്ടാവും. ബെസ്റ്റ് എന്താണ് എന്ന് ഞങ്ങൾ വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയും. അങ്ങനെ കുറേ സാധനങ്ങൾ നിങ്ങൾക്കറിയും. അപ്പൊ പാദം ശിഷ്യ സ്വമേധയ, പാദം ബ്രഹ്മചാരഭ്യ, ബ്രഹ്മാവിന്റെ ചരാചരങ്ങളിൽ നിന്ന്. ഈ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ അതൊരു പദപ്രയോഗമാണ്. ഏകം സതിപ്രാഹ ബഹുദാ വദന്തി, ഏകം സതിപ്രാഹ ബഹുദാ കൽപ്പയന്തി എന്നാണ്. ഏകമായിട്ടുള്ളതിനെ പലതായി ഗണിക്കുന്നു, ഏകമായിട്ടുള്ളതിനെ നമ്മൾ പലതായി കൽപ്പിക്കുന്നു. സത്യത്തിലെല്ലാം ഒരു ഏകമാണ്. ആ ഏകത്വത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് പല വഴിക്കും പോകുന്നത് എന്ന് മാത്രം. അപ്പൊ ബ്രഹ്മാവിന്റെ ചരാചരങ്ങളിൽ നിന്നാണ് കാൽഭാഗം പഠിക്കുന്നത്. അപ്പൊ നമ്മൾ വായുവിൽ നിന്ന് പഠിക്കുന്നു, മണ്ണിൽ നിന്ന് പഠിക്കുന്നു, ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുന്നു, സൃഷ്ടി ചരാചരങ്ങളിൽ നിന്ന് പഠിക്കുന്നു, മൗനമായിരിക്കുന്നവരിൽ നിന്ന് പഠിക്കുന്നു, വാചാലമാകുന്നവരിൽ നിന്ന് പഠിക്കുന്നു, പേജുകളിൽ നിന്ന് പഠിക്കുന്നു, സ്റ്റേജുകളിൽ നിന്ന് പഠിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ആംഗിളുകളാണ് ഇതിനുള്ളത്. ആചാര്യാൽ പാദമത്രേ പാദം ശിഷ്യ സ്വമേധയ പാദം ബ്രഹ്മചാരഭ്യ പാദം കാലക്രമേണധു, കാലക്രമേണ കൊണ്ടാണ് അവൻ പഠിക്കുന്നത്. അതാണ് വിദ്യാഭ്യാസം. വിദ്യാധനം സർവധനാൽ പ്രധാനം, അല്ലേ? ഒന്ന് പറഞ്ഞാട്ടെ. അതെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവൂലേ? ഒന്ന് പറഞ്ഞാട്ടെ. ആ വാക്കൊന്ന് കുറേ കാലമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഒന്ന് പറഞ്ഞാട്ടെ. വിദ്യാധനം സർവധനാൽ പ്രധാനം. അതിന് മുമ്പൊരു 4 വരിയുണ്ട്. അത് പറയുന്നവർക്ക് എഗെയിൻ 5000 രൂപ. ഞാൻ വെറുതെ പറഞ്ഞത് എന്തെങ്കിലും തന്നിട്ട് പോണ്ടേന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടേ? വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്ന വാക്കിന്റെ നേരെ മുമ്പിൽ ഒരു 4 വരിയുണ്ട്. അത് കൃത്യമായിട്ട് പറയുന്നവർക്ക് 5000 രൂപ. ഇതേ ടെക്സ്റ്റ് പുസ്തകങ്ങൾ മാത്രം വായിക്കാനിരുന്നാൽ നമ്മൾ എവിടെ എത്തൂല. എക്കണോമിക്സ് കുട്ടികൾ ആഡം സ്മിത്തിനെ മാത്രം നോക്കി നിന്നാൽ നമ്മൾ എവിടെ എത്തൂല. സോഷ്യോളജി കുട്ടികൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ അഗസ്റ്റിക് ഹംറ്റയെ മാത്രം നോക്കിയിരുന്നാൽ നമ്മൾ എവിടെ എത്തൂല. ലിറ്ററേച്ചർ കുട്ടികൾ ഷേക്സ്പിയറുടെ ട്രാജഡിയും കോമഡിയും, ട്രാജിക് കോമഡിയും, കോമിക് ട്രാജഡിയും മാത്രം നോക്കി നിന്നാൽ എവിടെ എത്തൂല. കെമിസ്ട്രിയുടെ കുട്ടികൾ ഒരു നിശ്ചിതമായ ഇന്ധനം വായുവിൽ കത്തുന്നതിന്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ ഉത്തരം മാത്രം അന്വേഷിച്ചാൽ എവിടെ എത്തൂല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരന്നു കിടക്കുന്ന ഒന്നാണ്. അതിൽ ഒന്നിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്ന് മാത്രം. ഞാൻ സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്ത ഒരാളാണ്. പക്ഷെ മറ്റെല്ലാ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ കാലങ്ങളായി പറയുന്നൊരു വാക്കാണ് വിദ്യാധനം. അതാണ് വിദ്യ എന്ന ധനം. വിദ്യാധനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ് വിദ്യ എന്ന ധനം എന്നാണ്. സർവധനാൽ പ്രധാനം, എല്ലാ ധനത്തേക്കാൾ പ്രധാനം അതാണ്. അപ്പം അങ്ങനെയെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വാക്കുകൾ പറയുന്നവർക്ക് 5000 രൂപ. പോട്ടെ, സംഖ്യ ഒന്നും കൂടി കൂട്ടാം, 10000 രൂപ തരാം. ആ പറഞ്ഞ മോളെ, നീയല്ലേ പേന ഉയർത്തിയേ? ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഒന്നും പേന ഉയർത്തരുത് കേട്ടോ. ഞാൻ ആൻസർ പറയാനുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചത്. ആ വാക്കുകൾ കൃത്യമായി ആരെങ്കിലും പറഞ്ഞാൽ, അപ്പം സാറേ ഞങ്ങൾ സംസ്കൃതം പഠിച്ചിട്ടില്ല, ഞാൻ പിന്നെ MA സംസ്കൃതം കഴിഞ്ഞിട്ടാണോ വരുന്നത്? അല്ലല്ലോ. അതിൻ്റെ ആദ്യത്തെ വരികൾ അത് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനമാണ്. വിദ്യാധനം, അതാണ് വിദ്യ എന്ന ധനം, സർവധനാൽ പ്രധാനം. അപ്പം അതിനു മുമ്പ് വിദ്യ എന്താന്ന് പറയണ്ടേ? ന ചൗരഹാര്യം ന ഭ്രാതൃഭാജ്യം ന ഛഭാരകാരി വയേ കൃതേ വർദ്ധനേവ നിത്യം. വിദ്യാധനം സർവധനാൽ പ്രധാനം. ആ അവസാനത്തെ വരി നല്ല എളുപ്പമാണ്. വിദ്യാധനം, അതാണ് വിദ്യ എന്ന ധനം, സർവധനാൽ പ്രധാനം. അപ്പൊ അതാണ് വിദ്യ എന്ന ധനം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ആ സാധനം പറയണല്ലോ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അതിങ്ങനെയാണ്. എന്ത്? ന ചൗരഹാര്യം ന ഭ്രാതൃഭാജ്യം ന ചഭാരകാരി വ്യയേ കൃതേ വർദ്ധനേവ നിത്യം. വിദ്യാധനം സർവധനാൽ പ്രധാനം.
എന്താ അതിൻ്റെ അർത്ഥം? നച്ചൗരഹാര്യം. ഇനിയിപ്പോൾ മലയാളം നമ്മൾ പഠിക്കേണ്ടി വരുമല്ലേ. നച്ചൗരഹാര്യ, ചൗരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നാണ് അർത്ഥം, തസ്കരൻ. നച്ചൗരഹാര്യം, ഒരു കള്ളനും മോഷ്ടിക്കാൻ കഴിയില്ല, തസ്കരനാൽ മോഷ്ടിക്കാവതല്ല. നച്ചൗരഹാര്യം. നഭ്രാതൃഭാജ്യം. ഭ്രാതൃ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് ബ്രദർ എന്ന പദം എടുത്തിട്ടുള്ളത്. നിങ്ങൾ അതിൻ്റെ ഫിലോസഫി പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഭ്രാതൃ എന്നതാണ് പിന്നെ ബ്രദർ എന്ന വാക്കായത്. അത് ശരിക്കും അങ്ങനെ ഉപയോഗിക്കരുത്, ബ്രദർ എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടില്ല, ആറ് കേൾക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഭ്രാതൃഭാജ്യം ഒരിക്കലും സഹോദരന് വിഭജിക്കാവതല്ല. സഹോദരന് വിഭജിക്കാൻ കഴിയില്ല. ഇപ്പൊ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ജേട്ടനെടുത്ത് കൊടുക്കാൻ കഴിയില്ല. പകർന്നു കൊടുക്കാം, അറുത്തു കൊടുക്കാനോ പകുത്തു കൊടുക്കാനോ കഴിയില്ല. നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ സ്വത്തുക്കളൊക്കെ കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ കഴിയില്ല. MBBS കാരനായ ഒരു ഡോക്ടറുടെ മകന് സ്റ്റെതസ്കോപ്പ് അവിടെയുണ്ട്, ബോർഡ് അവിടെയുണ്ട്, ടേബിൾ ഉണ്ട്, മെഡിസിന്റെ അല്ലേ ഷോക്കേസ് അവിടെയുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് MBBS എന്ന് പറഞ്ഞിരിക്കാൻ കഴിയില്ല. മകൻ MBBS, വാപ്പ MBBS കാരനായിരുന്നു, അച്ഛൻ അതായിരുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കാൻ കഴിയില്ല. ന ചൗരഹാര്യം, ന ഭ്രാതൃഭാജ്യം, ന ചഭാരകാരി, ഒരിക്കലും ആകാരത്തിന് ഭാരമല്ല, ശരീരത്തിന് അത് ഭാരമേ അല്ല. ശരീരത്തിന് ഭാരമല്ല, ഭാരമാകാൻ പാടില്ല. അറിവ് കൂടുന്തോറും വിനയം കൂടിക്കൊണ്ടേയിരിക്കണം. ന ചഭാരകാരി. വ്യയേ കൃതേ വർദ്ധനേവ നിത്യം, വ്യയം ചെയ്യുന്തോറും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വ്യയേ കൃതേ വർദ്ധനേവ നിത്യം, നിത്യേന വർദ്ധിച്ചുകൊണ്ടിരിക്കും അത് കൊടുക്കും തോറും. അതാണ് വിദ്യാധനം, അതാണ് വിദ്യ എന്ന ധനം. അതൊരു എക്സ്പ്ലനേഷനാണ്. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ആഴം പഠിക്കില്ല. ഞാൻ നിങ്ങൾ ഉപദേശിക്കാൻ വന്നതല്ല കേട്ടോ, ഉപദേശമില്ല, ഉപദേശം എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കങ്ങനെ സൗഹൃദത്തിൽ പറഞ്ഞു പോവാം. നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടാൽ ചിലപ്പോൾ ആടും. തിരുവനന്തപുരത്ത് ആടലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗോറി ഗോറി മുക്കിടപ്പി കല്ലക്കല്ല ചഷ്മ എന്ന് അങ്ങോട്ട് ഹിന്ദി കേൾക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞ് ആടാൻ തുടങ്ങും. കോളേജ് കുട്ടികൾ അങ്ങനെയാണ്. ഉസ്താദ്മാർ ക്ഷമിക്കാനാട്ടെ, ഇവരോട് പറയണേ. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? നല്ലൊരു പാട്ടാണ്, ഗോറി ഗോറി മുക്കിടപ്പി കല്ലക്കല്ല ചഷ്മ. അപ്പൊ നമ്മളിങ്ങനെ ആടാൻ തുടങ്ങും. അതിന് സത്യസന്ധമായ അർത്ഥം എന്താ? ഗോറി എന്ന് പറഞ്ഞാൽ വെളുത്തത് എന്നാണ്. മുഹമ്മദ് ഗോറി. ഘോറി ഘോറി മുക്കടെ, മുക്കടെ എന്ന് പറഞ്ഞാൽ മുഖം. ഘോറി ഘോറി മുക്കടപ്പി കലകല ചഷ്മ. കലകല എന്ന് പറഞ്ഞാൽ കറുത്ത കറുത്ത, ചഷ്മ എന്ന് പറഞ്ഞാൽ കണ്ണട. പച്ച മലയാളത്തിൽ പാടിയാൽ വെളുത്ത വെളുത്ത മുഖത്തിൽ കറുത്ത കറുത്ത കണ്ണട. അത് നിങ്ങൾ ആടുവോ? നിങ്ങൾ ആടുവോ പറ? അപ്പൊ ഇത് ഭാഷ അറിഞ്ഞിട്ടൊന്നുമല്ല, ആടാൻ വേണ്ടി അങ്ങോട്ട് ആടുകയാണെന്നേ ഉള്ളൂ. ഒരു കൊട്ടു കേൾക്കുമ്പോഴേക്ക് ആടുക. ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംവദിക്കാൻ വന്നതാണ് കേട്ടോ. ഇയാളെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നരുത്, നിങ്ങളോട് എങ്ങനെ പറയാവൂ. എന്നാൽ കൃത്യമായിട്ടൊരു സാധനത്തിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ മലയാള പാട്ട് പോലും കേൾക്കുന്നത്? നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൻ ലോലതന്തു, നിൻഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാര ബിന്ദു. യൂസഫ് അലി കേച്ചേരിയുടെ വരിയാണ്, മലയാളത്തിൻ്റെ ഒരു സോങ്ങിന്റെ വരിയാണ്. അതിന്റെ കൃത്യമായ അർത്ഥം പറയുന്നവർക്ക് 1000 രൂപ തരാം. മലയാളല്ലേ, 1000 രൂപ തരാം. ഞാൻ ഈ പറഞ്ഞതിന്റെ കൃത്യമായ അർത്ഥം, നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൻ ലോലതന്തു, നിൻഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നിഹാര ബിന്ദു. എന്താ അതിന്റെ അർത്ഥം? അർത്ഥം അറിയുന്നവരൊന്ന് കൈപൊക്കിയാൽ മതി കേട്ടോ. ഇത് മലയാള പാട്ടാണ്. അപ്പൊ മലയാളികളായ നമുക്ക് പോലും മലയാളത്തിന്റെ വരികൾ അറിയില്ല. ഇതിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർ എത്ര പേര്? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. എല്ലാവരും, ഒട്ടുമിക്ക ആളുകൾ ഇംഗ്ലീഷ് മീഡിയം. അന്ന് കൈപൊക്കിക്കോ, ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും കൂടുതൽ കുട്ടികൾ, ഈ കാലഘട്ടത്തിന്റെ കുട്ടികൾ. ശരി, ഒന്ന് ശ്രദ്ധിച്ചോ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വരി എന്താണെന്ന് പറഞ്ഞാൽ 10,000 രൂപ തരാം. ഇയാൾ എന്തത് ഇങ്ങനെ പറഞ്ഞു? ഞാൻ എന്തെങ്കിലും ഒന്ന് തരാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ മാറ്റി മാറ്റി ഇങ്ങനെ പറയുന്നത്. ഒന്നും അറിയില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഇത് കുറച്ചും കൂടി, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണല്ലോ, നിങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാണ്, LKG മുതലേ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സെന്റൻസ് പറയാം. അതെന്താണെന്ന് ആ സെന്റൻസ് കൃത്യമായിട്ട്, എന്താണ് ആ സെന്റൻസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് അതേപോലെ പറഞ്ഞാൽ മതി. എന്താണ് സെന്റൻസ് എന്ന്, അതിലെ വാക്കുകൾ, അത് പറഞ്ഞാൽ 10,000 രൂപയാണ്. പറയട്ടെ, ശ്രദ്ധിച്ചിരിക്കോ? If you are reaching by a quality which is concerned as the part of the history today. ഒന്നും കൂടി പറയണോ?
പറയണോ? If you are reaching by a quality which is concerned as the part of the history today. Once more. അല്ലേ? എന്നാ കിട്ടുന്ന ഉറപ്പല്ലേ? വളരെ ശ്രദ്ധിച്ച് കേട്ടോളി. If you are reaching by a quality which is concerned as the part of the history today. മന്നാനിയ കോളേജിലെ ഏതെങ്കിലും ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് സാർ നിങ്ങളിപ്പോ പറഞ്ഞത് ഇന്നതാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ 10,000 രൂപ തരും. എന്നാ ഒരു ചെറിയത് പറയാം, അതിനും 10,000 ചെറുതാക്കിയെന്ന് വിചാരിച്ചിട്ട് പൈസ കുറക്കുന്നില്ല. ചെറുതാക്കുമ്പോൾ പൈസ കുറക്കണം എന്നാണ്. പൈസ കുറക്കാതെ പറയാം, പക്ഷെ ചെറുതാണ്, പൈസ 5,000 കൂടി കൂട്ടാം. അതിനേക്കാൾ ചെറുതാണ്, പക്ഷേ 15,000 രൂപ തരാം. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, ഇതൊക്കെ റെക്കോർഡാണ്. നിങ്ങൾക്ക് 15,000 തരും. ഇപ്പോ ഞാൻ പറഞ്ഞ വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ പറയട്ടെ, ചെറിയ സെന്റൻസ് ആണ്, ഒരു ഫ്രേസാണ്. Squeeze them back to on to off. ഒന്നും കൂടി. Squeeze them back to on to off. ഇതിൽ ടീച്ചേഴ്സിനും പങ്കെടുക്കാം. ഞാനും 20 വർഷം അധ്യാപകനായിരുന്നു. MBA-കാർക്കായിരുന്നു എന്ന് മാത്രം. UK എഡ്യൂക്കേഷൻ സിസ്റ്റം 4 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ശരി, ഒന്നും കൂടി പറയട്ടെ, ഫൈനലാണ് കേട്ടോ. Squeeze them back to on to off. ഒരു ഫ്രേസാണ്. ബറാക് ഒബാമ താൻ പ്രസിഡന്റായ സമയത്ത് പ്രസംഗത്തിൽ, ആദ്യത്തെ പ്രസംഗത്തിലെ ലോകമൊന്നാകെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രഭാഷണം പോലെ എന്ന് പറഞ്ഞ പ്രസംഗത്തിൽ 3 or 4 പ്രാവശ്യം ഈ വാക്ക് പറയുന്നുണ്ട്. Squeeze them back to on to off. ഇതെന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല? ബറാക് ഒബാമയുടെ പ്രസംഗം ടൈറ്റിൽ വെച്ചിട്ട് കേട്ടിട്ടില്ല. സ്ക്രോൾ ചെയ്തങ്ങനെ വിടുന്നുണ്ട്. ബറാക് ഒബാമ എന്ന് കണ്ട വേഗാണ്ട് വിടുകയാണ് നമ്മൾ. ഞാനിത് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരോട്, അനുജന്മാരോട് ഞാനിത് പറഞ്ഞത് ഒരു സീരിയസ്നെസ് ബോധ്യപ്പെടുത്താനാണ്. നമ്മൾ കോളേജിലൊക്കെ പഠിച്ച് ഉയർന്നു പോകുന്ന സമയത്ത് പല ആളുകളും നമ്മളെ ഇട്ട് തട്ടുന്നത് ഇതിൻ്റെ പേരിലാണ്. ഭാവിയിൽ നിങ്ങൾ ഉയർന്നു പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്നത് ഏതെങ്കിലും സായിപ്പന്മാരാണെങ്കിൽ ഒരു ഇന്ത്യൻ അങ്ങോട്ട് കയറേണ്ട. ബ്രൗണിഷ് പീപ്പിൾ എന്നാണ് അവർ പറയാ. ബ്രൗൺ, നമ്മളെ ബ്ലാക്ക് എന്നല്ല ബ്രൗൺ എന്നാ പറയാ ഇന്ത്യൻസിനെ. ബ്ലാക്ക് വേറെ, വൈറ്റ് വേറെ, അതിൻ്റെ ഇടയിൽ ഒരു ബ്രൗൺ ഉണ്ട്. അത് നമ്മളെ കുറിച്ചാണ് പറയുന്നത്, ബ്രൗൺ. അപ്പൊ ബ്രൗണിഷ് പീപ്പിൾ കയറണ്ട അതിലേക്ക് എന്ന് തീരുമാനിച്ചാൽ ജസ്റ്റ് ലാംഗ്വേജ് ടെസ്റ്റ്. എല്ലാം നമുക്കറിയും, സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. മേ ബി വലിയ റിസർച്ചിന്റെ ഗവേഷണ പുസ്തകം പോലും നമ്മുടെ കയ്യിലുണ്ടാവും, നമ്മൾ തന്നെ ഓതറായിട്ടുള്ള പുസ്തകം. പക്ഷെ അവർ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കയറാൻ കഴിയില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒന്ന്, നമ്മൾ നമ്മുടെ പഠനത്തിന്റെ അപ്പുറത്തേക്കൊന്നും പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചതിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ പോയത്. രണ്ടാമത്തേത്, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ മാറുന്നില്ല. ജസ്റ്റ് തിയറിറ്റിക്കൽ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ പോവാണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ നെയ്തർ ആസ് സൂൺ ആസ് ഫാർ ആസ് ഇന്റർഗേറ്റീവ്, അഫർമേറ്റീവ് ഒക്കെ നമുക്കറിയും. പക്ഷെ അത് വെച്ചിട്ട് എങ്ങാനും ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ നമുക്കറിയാത്തൊരവസ്ഥയിലേക്ക് പോകും. നമ്മൾ ഫുള്ളി ബ്ലാങ്ക് ആവുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ചിലതൊക്കെയുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ആചാര്യാൽ പാദമത്രേ, മുഴുവൻ അധ്യാപകരെ നമ്മളെ പഠിപ്പിച്ചാലും കാൽഭാഗം മാത്രമേ ആകൂ. പാദം ശിഷ്യ സ്വമേധയാ, ശിഷ്യൻ സ്വയമാണ് കുറെ പഠിക്കേണ്ടത്. നമ്മൾ സ്വയം ലൈബ്രറിയിലേക്ക് പോകുന്നു, വായിക്കുന്നു, സിനാപ്സിസ് എഴുതുന്നതിന് പ്രസന്റേഷൻ നടത്തുന്നു. വ്യത്യസ്ത ലൈബ്രറിയിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്നു, ഇന്റർനാഷണൽ ലൈബ്രറിയിലേക്ക് കയറുന്നു, ഈ ലൈബ്രറിയിലേക്ക് കയറുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ലൈബ്രറിയുള്ള ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജിലെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ വായിച്ചിട്ട് അവിടുത്തെ ലെക്ചറേഴ്സിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡിബേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഗെയിമിഫിക്കേഷന്റെ കാലമാണ്. ഗെയിമിലൂടെ എഡ്യൂക്കേഷൻ നേടുന്ന കാലമാണ് ഗെയിമിഫിക്കേഷൻ. കാലഘട്ടം അതെ. എൻ്റെ ടോപ്പിക് അതാണ് കേട്ടോ. കാലഘട്ടവും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. എന്താണ് ഗ്ലോബൽ ക്ലാസ് റൂം? എന്താ ഗ്ലോബൽ ക്ലാസ് റൂം? നമ്മളെ ക്ലാസ് റൂമിനെ ഗ്ലോബൽ പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുപോകല. ഒരു പീരീഡ് നമുക്ക് ക്ലാസ് എടുക്കുന്നത് US കാരനായിരിക്കും,
ഒരു പീരീഡ് നമുക്ക് ക്ലാസ് എടുക്കുന്ന UK കാരനായിരിക്കും, ഒരു പീരീഡ് ക്ലാസ് എടുക്കുന്നത് കനേഡിയൻ ആയിരിക്കും, ഒരു പീരീഡ് ക്ലാസ് എടുക്കുന്നത് നമുക്ക് IITN ആയിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ ആളുകളെ ഒരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരലാണ് ശരിക്കും ഈ പറയുന്ന ഗ്ലോബൽ ക്ലാസ് റൂം. ലോകത്തിലെ എല്ലാ ഫാക്കൽറ്റിയെയും നമുക്ക് അവൈലബിൾ ആക്കുക. അങ്ങനെ അവൈലബിൾ ആക്കണമെങ്കിൽ നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഉയരണം, അല്ലെങ്കിൽ അവർ നിന്നു തരില്ല. നമുക്കതിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അതിനൊരു പെഡഗോഗി ഉണ്ട്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ കയറി എന്ന് തോന്നിയാൽ മാത്രമേ അങ്ങനെ ആക്കൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ 12 വയസ്സായ കുട്ടി IITക്കാർക്ക് ക്ലാസ് എടുക്കുന്നത്? നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയേ. അവൻ എൻ്റെ കൂടെ ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു. 12 വയസ്സുള്ള സമയത്ത് IIT പോയിട്ട് ക്ലാസ് എടുക്കും. ടെക്നോളജിക്കൽ ക്ലാസ് എങ്ങനെ ലഭിക്കുന്നു? IITയിൽ പോലും പോകാതെ അത് സ്വയമേവ പഠിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. ചില ടൂളുകൾ ഉപയോഗിച്ച് ഉള്ളിലേക്ക് കയറിപ്പോവലാണ്. അപ്പൊ എഡ്യൂക്കേഷന്റെ മാസ്മരികതയിലേക്ക് നമ്മൾ കയറിപ്പോകണം. അതൊരു ഭാഗം. നമ്മെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷന്റെ പീക്ക് ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തലാണ്. നമുക്കുള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ അനിയന്മാർ എന്നേ വിളിക്കുന്നുള്ളൂ. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ എനിക്കുണ്ട്. എൻ്റെ 2 മക്കൾ, അവർ UK പഠിക്കാൻ, അവിടെ ഡിഗ്രി കഴിഞ്ഞ് പൊരുത്തൻ ഹോണേഴ്സ് ഡിഗ്രി, ഇപ്പോൾ ഒരു ടോപ്പ് ക്യാമ്പസിലേക്ക് പോകാൻ പോകുന്നു. രണ്ടാമത്തവനും അങ്ങനെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഗ്ലോബൽ പെർസ്പെക്റ്റീവിലേക്ക് നമ്മൾ കയറുന്നത് എങ്ങനെയാണ്? കൊച്ചുകുട്ടിക്കാലം മുതലേ അതിനോടൊരു പാഷൻ വേണം. എഡ്യൂക്കേഷന് 4 മുഖങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ, 4 മുഖങ്ങൾ. ആ 4 ഫേസസ് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് നമുക്ക് വേണ്ടത് ലേണിംഗ് സിസ്റ്റമാണ്. ആ ലേണിംഗ് സിസ്റ്റം തന്നെ നമ്മൾ കൊണ്ടുനടക്കുന്ന ഈ സാധനമാണ്. എഡ്യൂക്കേഷൻ മോഡ്, നമ്മുടെ എക്സാം മോഡ് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. അതാണ് ഒരു ഭാഗം. രണ്ടാമത്തത് നമുക്ക് വേണ്ടത് സ്കിൽസാണ്. ഒരുപാട് മാർക്കുണ്ടായി എന്നതുകൊണ്ട് കുട്ടികൾക്ക് സ്കിൽ ഉണ്ടാകില്ല. ഞാൻ ഏതൊരു സ്പീച്ചിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, കണ്ണൂരിലെ ഫസ്റ്റ് റാങ്കുകാരിയായ ഒരു കുട്ടിയെ ആദരിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു വലിയൊരു സദസ്സൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് റാങ്കുകാരിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അത് MSc ഫിസിക്സ്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ജസ്റ്റ് നീ 3 ആളുകൾ കൂടിയതല്ലേ, ഒരു 5 മിനിറ്റ് നന്ദി പറ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാർ ഞാൻ ഇതുവരെ മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ടില്ല, ഞാൻ ആളുകളുടെ മുമ്പിൽ നിന്നിട്ടേ ഇല്ല. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ നിൽക്കണമെന്നല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് PG കഴിഞ്ഞാൽ പോലും ഒരു ദിവസം പോലും ആളുകളുടെ മുമ്പിൽ നമ്മൾ എന്താക്കിയിട്ടില്ല, പ്രസന്റ് ചെയ്തിട്ടില്ല. ഭാഷ നമുക്കറിയാം. ഇപ്പം അത്യാവശ്യം മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ അറിയുന്ന കുട്ടികൾ, പക്ഷെ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് 2 വാക്ക് പറയണമെങ്കിൽ അതിന് എഡ്യൂക്കേഷനും മാർക്കും പോരാ, വേറൊരു സ്കില്ല് വേണം. ലോകത്തിൽ എപ്പോഴും നമുക്കൊരു പ്രസരിപ്പ് കാണിക്കണമെങ്കിൽ നമുക്ക് വേറൊരു സ്കില്ല് വേണം. ആ സ്കില്ലുകൾ ഒരുപാടാണ്. പ്രധാനപ്പെട്ട സ്കില്ലൊന്ന് റഫറൻസ് സ്കില്ലാണ്. നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കാനുള്ള സ്കില്ല്, റഫറൻസ് സ്കില്ല് എന്ന് അതിന് പറയാം. നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്ത വ്യത്യസ്ത ടോപ്പിക്കുകൾ വായിച്ചുകൊണ്ടേയിരിക്കുക. ഏതൊന്നിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ആ ആംഗിളിൽ ഒരു ചെറിയ ടച്ചെങ്കിലും അയാൾക്ക് ഉണ്ടാകും. അതാണ് റഫറൻസ് സ്കിൽ. എല്ലാ ഭാഗങ്ങളും വായിക്കുക, പ്രത്യേകിച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഏരിയ. എക്കണോമിക്സിനാണ് പഠിക്കുന്നതെങ്കിലും എന്താണ് സോഷ്യോളജി എന്നറിയണം, ഹിസ്റ്ററിയുടെ പാർട്ടുകൾ അറിയണം. അപ്പോൾ ആ പാട്ടിന്റെ ഭാഗമാണ് ആൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി. മോഡേൺ ഹിസ്റ്ററി എവിടെ നിന്ന് തുടങ്ങുന്നു? ഇന്ത്യൻ മോഡേൺ ഹിസ്റ്ററി എവിടെ നിന്ന് തുടങ്ങുന്നു? ഇപ്പം മുഗളന്മാരെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങൾ 300-ലേറെ വർഷം തച്ചുടക്കുകയാണ്. 300 വർഷത്തിന്റെ ചരിത്രം ഇന്ത്യയുടെ പേജിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാൻ കഴിയില്ല. ആരെക്കുറിച്ച്? സ്കൂളുകളിൽ ഈ പറയുന്ന മുഹമ്മദ് ഗോറിയെ കുറിച്ചിട്ട്, അത് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ വംശങ്ങൾ, അടിമവംശം, തുഗ്ലക്ക് വംശം, കിൽജി വംശം, സയ്യിദ് വംശം, ലോധി വംശം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വരുന്നു, മുഗളന്മാർ വരുന്നു. മുഗളന്മാരിൽ തന്നെ ആദ്യം അക്ബർ വരുന്നു, ഹുമയൂൺ വരുന്നു, പിന്നെ ഷാജഹാൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജഹാംഗീർ വരുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകളെ കുറിച്ച്, ഷാജഹാൻ വരുന്നു, ജഹാംഗീർ വരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ മുഖങ്ങൾ ആരൊക്കെയാണെന്ന് അറിയുക. ഇന്ത്യൻ ഹിസ്റ്ററി എങ്കിലും നമ്മൾ പഠിക്കുക. അതറിയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഇരുട്ടിൽ തപ്പുകയാണ്. കാരണം നമ്മൾ ആരാ? നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. ഒക്കെ ഞങ്ങൾക്ക് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചാൽ മതി, ഒരിക്കലും ഹിസ്റ്ററി പഠിക്കേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് സ്കില്ലുണ്ടാവുക. ആ സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഫറൻസ് സ്കിൽ. വ്യത്യസ്തമായ ഭാഗങ്ങൾ വായിച്ച് പൂർത്തീകരിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകം ഏത്? 3 എണ്ണത്തിന്റെ പേര് പറയാൻ പറ്റുമോ? മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട 3 പുസ്തകങ്ങൾ. ആ 3 പുസ്തകത്തിന്റെ പേരൊന്ന് പറഞ്ഞാട്ടെ. ഇനി 5000-10000 ഒന്നുമില്ല, അത് സാധാരണ ചോദ്യങ്ങളാണ്. ഏത്? ആടുജീവിതം ആ 3-ൽ പെട്ടുന്നില്ല, എന്നാലും പെടുത്താൻ വേണമെങ്കിൽ നമുക്ക്. ചെമ്മീൻ അതിലൊന്ന് വരുന്നുണ്ട്. പിന്നെ
പറഞ്ഞു, അങ്ങനെ തന്നെ പഠിക്കല്. പരീക്കുട്ടിയുടെയും കറുത്തമ്മയുടെയും ചക്കിമരക്കാത്തിയുടെയും കഥ പറയുന്ന ചെമ്മീൻ തകഴി ശിവശങ്കരപിള്ളയുടെ. പിന്നെ ബെന്യാമീൻ്റെ ആടുജീവിതം ഒരുപാട് ആൾക്കാർ വായിച്ചതാണ്. പക്ഷേ ഞാൻ പറയുന്ന ആദ്യത്തെ 3 എണ്ണത്തിൽ ഒന്ന് ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. നമ്പർ 1 OB വിജയൻ്റെ, രവിയുടെയും അല്ലെ അക്കാപ്പിച്ച മൊല്ലാക്കയുടെയും കഥ പറയുന്ന ഏത് ഖസാക്കിൻ്റെ ഇതിഹാസം. മറ്റൊന്ന്, ഒന്നും കൂടി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽപ്പെട്ട ഒന്ന് MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന് പറയുന്ന പുസ്തകമാണ്. അത് നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല ചിലപ്പോൾ. ഇതേപോലെ ഒരുപാട് പുസ്തകങ്ങൾ, ഘോഷയാത്രയിൽ തനിയെ, ഗൗരി, ഇതേപോലെ തന്നെ ഒരു സങ്കീർത്തനം പോലെ. ഏറ്റവും കൂടുതൽ വായിച്ച 3 പുസ്തകങ്ങളിൽ ഒന്ന് ഒരു സങ്കീർത്തനം പോലെ, ശ്രീ പെരുമ്പടവും ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന പുസ്തകമാണ്. അപ്പൊ നമ്മൾ സാഹിത്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കൊരു ബോധമുണ്ടാകണം, അവബോധം. സാഹിത്യം നമ്മുടേതല്ലെന്ന് നമ്മൾ പറയരുത്. സാഹിത്യകൃതി നമ്മളിലൂടെ കടന്നു പോകുന്നു. ഷേക്സ്പിയർ നമ്മുടേതല്ലെന്ന് പറയരുത്. ഷേക്സ്പിയർ നമ്മുടേത് കൂടിയാണ്. ഞാൻ ഷേക്സ്പിയറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, തെംസ് നദിയുടെ തീരത്ത് ലണ്ടനിൽ. അദ്ദേഹം ലണ്ടനിലേക്ക് താമസം മാറ്റിയപ്പോൾ 450-500 കൊല്ലം പഴക്കമുള്ള വീടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അദ്ദേഹത്തിന്റെ ട്രാജഡി, കോമഡി, കോമിക് ട്രാജഡി, ട്രാജിക് കോമഡി, അതിൽ 3 വളരെ പ്രസിദ്ധം, 4-മത്തേത് അത്ര പ്രസിദ്ധമല്ല. ട്രാജഡിയാണ് ഏറ്റവും ടോപ്പ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് മാക്ബത്ത്? ആരാണ് മാക്ബത്ത്? എന്താണ് ക്ലിയോപാട്ര? മാർക്ക് ആന്റണി എന്തുകൊണ്ട് ക്ലിയോപാട്രയും മാർക്ക് ആന്റണി, അവസാനം മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്യുന്നു, ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്യുന്നു. ചരിത്രം നമ്മൾ അറിയണം, ലിറ്ററേച്ചറിന്റെ ചരിത്രം. ഇങ്ങനെ വ്യത്യസ്തമായ മുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളൊരു എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റായി മാറുന്നത്. അല്ലാതെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് മാത്രം അറിഞ്ഞാൽ പോരാ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഇല്യൂമിൻഡ് മൈൻഡ്, ഇൻറ്റ്യൂഷൻ മൈൻഡ്, ഓവർ മൈൻഡ്, സൂപ്പർ മൈൻഡ് എന്ന മൈൻഡിനെ കുറിച്ച് ക്ലാസ് എടുക്കാം. അതെന്റെ സബ്ജക്റ്റാണ്, എൻ്റെ ടോപ്പിക്കാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ കടന്നു പോകുമ്പോഴാണ് അതിലെന്തൊക്കെ കടന്നു വരണം. ഇപ്പൊ വിശ്വാസികളാകുമ്പോൾ ഖുർആൻ കടന്നു വരണം. ഖുർആൻ വെറും കടന്നുവരവല്ല, ജീവിതത്തിന്റെ ഒരു പാതയാണ്. മറ്റുള്ളവരിപ്പോൾ ഉദാഹരണത്തിന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകളുണ്ട്. ഇപ്പൊ മദ്രസയിൽ പഠിക്കും എല്ലാവരും, അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാമു മിൻകസ്സലാം, അല്ലേ, വഇലൈക അർജഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അറബിയിലുള്ള ആ പ്രാർത്ഥന അറിയാത്ത മദ്രസയിൽ പോയ ഒരു കുട്ടി ഇവിടെ ഉണ്ടാവില്ല. കാരണം പ്രഭാതത്തിൽ അത് പ്രാർത്ഥിക്കാനുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവമേ നീയാണ് സമാധാനം, നിന്നിലേക്ക് സമാധാനം. ശരിക്കും കണ്ണടച്ചുകൊണ്ട് ഒരു ദൈവ സ്മരണയിലായിക്കൊണ്ട് ധ്യാനാത്മകമായി ലോകത്തെ മുഴുവൻ മനസ്സിൽ കണ്ടുകൊണ്ട്, ദൈവമേ നീയാണ് സമാധാനം, നിന്നിലേക്ക് സമാധാനം, നിന്നിൽ നിന്ന് സമാധാനം, നിന്നിലേക്ക് സമാധാനത്തിന്റെ മടക്കം. ഹയ്യനാ റബ്ബനാ ബിസ്സലാം, ആ സമാധാനത്തോടുകൂടി ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ. മനസ്സിലായോ? സമാധാനത്തോടുകൂടി ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, അത് എന്നും പ്രാർത്ഥിക്കണം 5 നേരം. ആ 5 നേരം നല്ല പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് വർഗീയവാദിയാകാൻ കഴിയില്ല. അപ്പൊ ആ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. കാരണം അത് നമ്മൾ സ്പിരിച്വൽ എഡ്യൂക്കേഷന്റെ പാർട്ടാണ്. എഡ്യൂക്കേഷൻ ഏറ്റവും ടോപ്പ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഉണ്ടോന്ന്. IQ, EQ, CQ, SQ. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, BEd കോളേജിന്റെ പ്രിൻസിപ്പളാണ് വളഞ്ചേരിയിൽ. അദ്ദേഹം SQവിലാണ് PhD എടുത്തത്, സ്പിരിച്വൽ കോശല്. അപ്പൊ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്താന്ന് പഠിക്കണം. ഇതേ പ്രാർത്ഥന നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ അവിടുത്തെ ഹൈന്ദവ കുട്ടികൾക്ക്. അതെന്താ? ആ പ്രാർത്ഥന മുഴുവനായിട്ട് പറയുന്ന ഒരാൾക്ക് നീ പൈസ പറഞ്ഞില്ലേ, നിങ്ങളെ പ്രാർത്ഥനയല്ലേ, നിങ്ങൾ പറയേണ്ടതാണല്ലോ. ഓം സഹനാവവതു സഹനുഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി എന്നെല്ലാ ഹൈന്ദവരും രാവിലെ പ്രാർത്ഥിക്കണം. അതാണ് ശാന്തി മന്ത്രം. ഓം സഹനാവവതു സഹനുഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി. ശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിക്കും, ഏത് രാഷ്ട്രീയക്കാര് പറഞ്ഞാലും, ഏത് പ്രസ്ഥാനം പറഞ്ഞാലും, മുസ്ലിം കുട്ടിക്കോ ഹൈന്ദവ കുട്ടിക്കോ ഇനി ക്രിസ്ത്യൻ കുട്ടിക്കോ വർഗീയതയുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക്. അത് പ്രാർത്ഥിക്കാതെ നടക്കുന്നവർക്ക് ഇതെന്താണെന്ന് അറിയുകയില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്ഥാനം, സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്നാണ് എല്ലാ ക്രിസ്ത്യൻ കുട്ടികളും പ്രാർത്ഥിക്കേണ്ടത്. അവിടെയും സന്മനസ്സുള്ളവർക്ക് മൊത്തത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ എഡ്യൂക്കേഷനിൽ എല്ലാം കടന്നു വരണം. അതൊരു സ്പിരിച്വൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഇമോഷണൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, അതിൽ ഫിസിക്കൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഈ 4 എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്.
ഏതൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ? ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങാം. ഒന്ന് ഫിസിക്കൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പം ഇവിടെ ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങളെല്ലാവരും അത്യാവശ്യമൊക്കെ ഒരു വലിയ ഫാറ്റി ഒന്നും ഇല്ലാത്ത കുട്ടികളായിട്ട് എനിക്ക് തോന്നുന്നത്. നന്നായിട്ടൊക്കെ ഇളകുന്ന കുറച്ചൊക്കെ ഇപ്പം അങ്ങനെയാണല്ലോ, സ്ലിമ്മാണ് ബ്യൂട്ടി എന്നതാണ്. എന്നാൽ കുറച്ച് ഫാറ്റായി അങ്ങനെയായി ഇങ്ങനെയായി നടക്കുന്നവർ ഇളകുന്നില്ല എന്നത് തന്നെയാണ്. 14 വയസ്സുള്ള കുട്ടികൾക്കാണ് ഇന്ന് ഫാറ്റ് ലിവർ, അതും സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജൊക്കെ. തേർഡ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ലിവർ സിറോസിസ് ആണ്, പിന്നെ ക്യാൻസറിലേക്ക് പോകും, ലിവർ ക്യാൻസറിലേക്ക് പോകും. 14 വയസ്സുള്ള കുട്ടികൾ. ഞാൻ നാളെ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നിങ്ങൾ RCCയിൽ അവിടുത്തെ ഒരു സെന്റർ ഉണ്ട്, CH സെന്റർ എന്ന് പറയും. അവിടെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ചെറിയ കുട്ടികൾക്ക് ക്യാൻസറാണ്. അതാർക്ക് വരില്ല എന്നതല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വരുന്നത് എന്തുകൊണ്ട്? ഫിസിക്കൽ പാർട്ട് ഫിനിഷ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇതാ ഇരിക്കുന്ന മനുഷ്യൻ, ഞാൻ ഇദ്ദേഹത്തെ ചൂണ്ടിയിട്ട് പറയാം, അദ്ദേഹം കുറച്ച് വിശ്രമത്തിലായിരിക്കും ഇപ്പോൾ. 87-ാമത്തെ വയസ്സിലും ചെറുതായി എക്സസൈസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. ട്രെയിനിൽ പോകുമ്പോഴും ഈവൻ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരു മൂലൊക്കെ പോയിട്ട് എക്സസൈസ് ചെയ്യുന്ന മനുഷ്യനായത്. അതാ 87-ാമത്തെ വയസ്സിൽ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചില പാഠങ്ങളുണ്ട്. ചെറുതായെങ്കിലും തനിക്ക് കഴിയുന്ന രീതിയിൽ, തനിക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതേ രീതിയിൽ ചെറിയ സ്ട്രെച്ചിങ് എങ്കിലും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കിട്ടുന്ന സമയമൊക്കെയും ഇതിങ്ങനെ തോണ്ടിയിരിക്കാൻ. മെമ്മറി ലോസ് ആണ് ഫസ്റ്റ് അതിലുണ്ടാവുക. ഇന്നലെ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ എന്തൊക്കെ കണ്ടു നിങ്ങൾക്ക് ഓർമ്മയില്ല? ആർക്കെങ്കിലും ഓർമ്മയില്ല? കാരണം എന്താ? സെക്കൻഡുകളെ കൊണ്ട് ഇൻഫർമേഷൻ മാറുന്നത് കൊണ്ട് അത് ഗ്രാസ്പ് ചെയ്യാൻ ബ്രെയിനിന് കഴിയില്ല. കാരണം ബ്രെയിനിന് കുറച്ച് സമയം വേണം. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. അതുകൊണ്ട് മറവി രോഗം കൂടുന്നു എന്നാണ്. മഫ്ത എവിടെ വെച്ചതെന്ന് ഇന്ന് രാവിലെയും കുറെ തിരഞ്ഞിട്ടുണ്ടാവും അല്ലേ? പുസ്തകം എവിടെ വെച്ചതെന്ന് ഓർമ്മയില്ല. ചെറിയ മക്കൾക്ക് വരെ മറവി രോഗം വരുന്നു. ഐ ഡ്രൈനസ് വരുന്നു. ഐ ഡ്രൈനസ്. എന്താ ഐ ഡ്രൈനസ്? കണ്ണ് വരണ്ടു പോവുക. വലിയൊരു അസുഖമാണ്. എൻ്റെ സുഹൃത്തുണ്ട് ഷഫീഖ് എന്ന് പറയും, PhD കഴിഞ്ഞത്, പിന്നെ ഈ M.Pharm കഴിഞ്ഞ് PhD കഴിഞ്ഞതാണ്. എൻ്റെ വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ അവൻ പറയുന്നത് ഇപ്പോൾ ഐ ഡ്രൈനസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ വന്നതുപോലെ വരാൻ പോവാണ് അത്ര ഐ ഡ്രൈനസ്. കണ്ണ് വരണ്ട് പോയിട്ട് ബാലൻസ് തെറ്റിയിട്ടുള്ള അസുഖങ്ങൾ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് വന്നു തുടങ്ങി. സ്ക്രീൻ ടൈം കൂട്ടിയതിൻ്റെ പേരിൽ. അത് വരുന്നത് വരെ നമുക്ക് മനസ്സിലാകില്ല, വന്നാലേ ചിലതൊക്കെ മനസ്സിലാവുള്ളൂ. എത്രയോ കുട്ടികൾക്ക് ഐ ഡ്രൈനസ് വന്നു കഴിഞ്ഞു. 80-ലൊക്കെ വരേണ്ടുന്ന പാർക്കിങ്സ് പോലെയുള്ള കുടച്ചിലുകളും അതേപോലെ തന്നെ വെറുതെ ഉറക്കത്തിൽ ഇങ്ങനെ കൈയിങ്ങനെ കൊണ്ടുപോകലൊക്കെ വന്നു തുടങ്ങി. സ്ക്രീൻ ടൈം. അപ്പൊ ഫിസിക്കൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അറ്റ്ലീസ്റ്റ് സ്ട്രെച്ചിങ് എങ്കിലും നമ്മൾ ചെയ്യണം. നമുക്ക് ചിലപ്പോൾ എയറോബിക് എക്സസൈസ് ചെയ്യാൻ സമയമില്ല എന്ന് വെക്കുക. പെൺകുട്ടികൾ വിചാരിക്കും ഞങ്ങളൊക്കെ അത്യാവശ്യം, ഇപ്പോഴത്തെ പെൺകുട്ടികൾ അടുക്കളയിലും പണിയെടുക്കുന്നില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഡോക്ടേഴ്സ് നമ്മളോട് നടക്കാൻ പറഞ്ഞിട്ട് നടക്കാൻ ഇഷ്ടമില്ലാതെ എങ്കിൽ മെന്റൽ സ്ട്രെസ് വന്നിട്ട് ആൾ ചിലപ്പോൾ അവിടെ കുഴഞ്ഞു വീഴുന്നതാണ്. കാരണം എക്സസൈസ് ഇഷ്ടത്തോടു കൂടി ചെയ്യേണ്ട ഒന്നാണ്. പാഷനോട് കൂടിയിട്ട് എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഇഷ്ടമില്ലാത്ത എക്സസൈസുകൾ നമ്മൾ ചെയ്യരുത്. വെറുതെ നടക്കാൻ പോവുക, എന്നിട്ട് നടക്കുമ്പോൾ എങ്ങനെ വിചാരിക്കാതെ ആരാപ്പി നടത്തുണ്ടാക്കിയേ, അങ്ങനെ ചിലപ്പോൾ വഴിയിൽ കിടന്ന് മരിക്കേണ്ടി വരും. ഇതിൻ്റെ അർത്ഥം മരിക്കൂല എന്നല്ല കേട്ടോ. സൂക്ഷ്മമായി ജീവിച്ചവരൊക്കെ അല്പസ്വല്പമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. എല്ലാവരും പറയുമ്പോൾ പറയണല്ലോ, ഒരുപാട് അടിയും കുത്തുമൊക്കെ കിട്ടി, ഒരുപാട് ജയിലിൽ കിടന്നിട്ട് അങ്ങനെയൊക്കെ ചെറുപ്പകാലം ചെലവഴിച്ചൊരു മനുഷ്യൻ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ എക്സസൈസുകളും ഫുഡും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചപ്പോൾ 103-ാമത്തെ വയസ്സിലാണ് മരിക്കേണ്ടി വന്നത്. VS അച്യുതാനന്ദൻ, സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിരുന്ന ഗൗരിയമ്മ 103-ാമത്തെ വയസ്സിലാണ് മരിച്ചേ. സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിരുന്നു അവർ. ഞാൻ അതുകൊണ്ടാണ് അവർക്ക് ആയുസ് കൂടിയെന്നും പറയുന്നില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന കൊട്ടക്കൽ ആര്യവൈദ്യശാലയിലെ PK വാര്യർ ഇതേ വയസ്സിലാണ് മരിച്ചേ. അപ്പൊ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കും. ഒരു മനുഷ്യന് വിധി നമ്മളായിട്ടുണ്ടാക്കുന്നതുണ്ട്, ദൈവമായിട്ട് തരുന്നതുണ്ട്. ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, വിധി ദൈവം തന്നുവെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അതിന്റെ പിന്നാലെ പോണേന്ന്. ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് ചാടിയിട്ട് വരെ ദൈവത്തിന്റെ വിധിയാണ്. ദൈവത്തിന്റെ അടുത്ത് നിന്ന് അത് കുറ്റമുണ്ട്, അതിന് ശിക്ഷയുണ്ട്, ഒക്കെ ഉണ്ട്. അത് നമ്മളായിട്ട് വരുത്തിയ നമ്മുടെ വിധിയാണ്. കടന്നു വരുന്നത് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ അതെനിക്ക് ഓപ്ഷണലാണ്, എങ്ങോട്ടും പോവാം. പക്ഷെ വഴിയിൽ ആക്സിഡന്റ് വരാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. വിധിയുണ്ടെങ്കിൽ അത് വന്നിരിക്കും, അത് നമുക്ക് തടയാൻ കഴിയില്ല ഒരിക്കലും. അതാണ് വിധി, അതിന് നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് തടയാൻ പറ്റുന്ന ചില വിധികളുണ്ട്. ഇതിന്റെ മുകളിൽ നിന്ന് ചാടാതിരിക്കുക എന്നുള്ളത് അതിൽപ്പെട്ട ഒരു വിധിയാണ്, അല്ലേ? സെൽഫി എടുക്കാൻ പോയിട്ട് വലിയ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിൽക്കാതിരിക്കുക എന്നത് എന്താണ്? അത് സ്വന്തം ഉണ്ടാക്കുന്ന വിധികളാണ്. ആ വെള്ളത്തിന്റെ അടുക്ക പോയി നിൽക്കുക, പിന്നെയും പിന്നെ ഇതാ നോക്കുന്നവരെ താഴോട്ട് പോകാൻ മരിക്കുക. സെൽഫികളെല്ലാം ഒരു തരം ദുർവിധിയിലേക്ക് പോവാൻ. ഇപ്പത്തെ കഴിഞ്ഞ ആഴ്ച മൈസൂര് അല്ലേ,
കടുവ നേരെ വന്ന് ചാടി അയാളെ കൊണ്ട് മൊബൈലിലേക്ക് ചാടിയെന്ന് വിചാരിച്ച മൂപ്പര് തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചില വിധികൾ അങ്ങനെയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. ഫിസിക്കലി ഫിറ്റ് ആകുമ്പോഴാണ് ഇന്റലക്ച്വലി നമുക്ക് ഫിറ്റ് ആവാൻ സാധിക്കുക. ഇപ്പൊ രാവിലെ എക്സസൈസ് ചെയ്തിട്ട് വന്ന ഒരു കുട്ടിയുടെ മൂവ്മെന്റ്സ് വ്യത്യാസം ഉണ്ടാവും, അതല്ലാത്ത കുട്ടി തണുത്തിട്ടേ ഉണ്ടാവും. ആ ഇരുത്തത്തിലും വ്യത്യാസം ഉണ്ടാവും, ആ നടത്തത്തിലും വ്യത്യാസം ഉണ്ടാവും. ഒരു പേന എടുക്കുന്നത് വരെ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നന്നായിട്ട് മൂവ്മെന്റ്സ് ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ 24 hours മൂവ്മെന്റ്സും വ്യത്യാസം ഉണ്ടാവും. എക്സസൈസ് ചെയ്ത കുട്ടികൾക്ക് അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഫിസിക്കലി നമ്മൾ ഒരുപാട് നമ്മുടെ എനർജി കളഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതിലേക്ക് എനർജി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? കാരണം കുട്ടികളൊക്കെ പിന്നെ അതിലേക്കൊക്കെ ഇങ്ങനെ എനർജി ഇങ്ങനെ കൊണ്ടുപോകും. അത് ഫിസിക്കൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഭാഗം. ഇവിടുത്തെ രക്ഷിതാക്കളോടും കൂടി പറയാണ്, നിങ്ങളുടെ കുട്ടികളൊക്കെ വലുതായി, പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ കുട്ടികളുടെ ഡ്രസ് കോഡ് ഫിസിക്കൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നിങ്ങളുടെ കുട്ടികളുടെ പിന്നെ ഫുഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. ഏത് ഫുഡ് കഴിക്കണം, എല്ലാ ദിവസവും ചിക്കനും മട്ടനും ബീഫും ഇതിങ്ങനെ കഴിക്കാനല്ല നല്ലൊരു മെനു. നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഇപ്പോൾ മുസ്ലിം കുട്ടികളൊക്കെ വിചാരിക്കും നമ്മൾ എന്നും ഇങ്ങനെ തിന്നാന്നാണ്. ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു 20 രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ്. ചരിത്രം നോക്കി നിങ്ങൾ, കോമൺ ഹിസ്റ്ററി, എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ് എന്നാണ്. 20 ഭൗതിക രാജ്യങ്ങൾ ഭരിച്ചിരുന്ന ഒരു ആത്മീയ ലോക ചക്രവർത്തിയുടെ പേരാണ് ഖലീഫ ഉമർ. പക്ഷെ അദ്ദേഹത്തിന്റെ താളുകളിൽ, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ബുക്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ബയോഗ്രഫിയിൽ കാണുന്നത് എന്തെന്ന് ചോദിച്ചാൽ 2 മാസത്തിൽ ഒരിക്കലായിരുന്നു ഇറച്ചി കഴിച്ചിരുന്നത് എന്നതാണ്. ബയോഗ്രഫിയിൽ, ഗവേഷണത്തിൽ കാണുന്നത് അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നത് എല്ലാം ഇങ്ങനെ കഴിച്ചു കൂട്ടായിരുന്നു. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം പട്ടിണി പോലെ തന്നെയായിരുന്നു. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫുഡ് കഴിച്ച് നമ്മുടെ ഭാവങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിവിടെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ കണ്ണൂക്കാരൊക്കെ ഉണ്ടാക്കുന്ന മുട്ടയപ്പം, മുട്ട പത്തിരി എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഒരു പത്തിരിയിൽ തന്നെ 10 മുട്ടക്കിട്ടാൽ എന്തായിരിക്കും കഥ? ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് 1, അതിൽ 10 മുട്ടയിട്ടാൽ. ഇങ്ങനെ ആരോഗ്യം നോക്കാതെ പോകുന്നതൊക്കെയും ഫിസിക്കൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷന് എതിരാണ്. അതാദ്യം നിലനിർത്തണം നമ്മൾ. അതാദ്യം നിലനിർത്തണമെങ്കിൽ കുറച്ചൊക്കെ ഗെയിംസ്, കുറച്ചൊക്കെ നമ്മളൊരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. നമ്മൾ ബ്രെയിന് ഭയങ്കര സജീവമാവും, അതീവമായി സജീവമാകും. ആ സജീവതയിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് പഠിത്തത്തെക്കാൾ അപ്പുറം വായനയാണ്. ഞാൻ രക്ഷിതാക്കളോട് പറയാണ്, നമ്മുടെ വീടുണ്ടാക്കിയപ്പോൾ 50 ലക്ഷം രൂപയായി എന്ന് വെക്കുക. 50 ലക്ഷം രൂപയുടെ വീട്ടിൽ 5 ലക്ഷം രൂപയുടെ പുസ്തകമില്ലെങ്കിൽ പിന്നെ വീട് വെറുതെയാണ്. 50 ലക്ഷം രൂപയുടെ വീട്ടിൽ 5 ലക്ഷം രൂപയുടെ പുസ്തകമെങ്കിലും ഉണ്ടാവണം. ഇപ്പൊ ഞാനിവിടെ കടക്കൽ അബ്ദുൽ അസീസ് മൗലവിയുടെ വീട്ടിൽ അവിടെയൊക്കെ പോയി, അവിടെയൊക്കെ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ഒരു ഇടം തന്നെയുണ്ട്, ചെറുതെങ്കിലും. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഇടമുണ്ടോ? നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ എന്നോട്? കാർക്കശ്യത്തോടെ പറയുന്നു തോന്നുന്നുണ്ടോ ടീച്ചറെ? ഇല്ലല്ലോ. കാര്യം പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ മക്കളെ, എന്തന്നല്ലേ ചിരിച്ചോണ്ട് പറയണോ? നമ്മൾ വീട് കണ്ടാൽ എന്താ നമുക്ക് തോന്നുക? നിങ്ങളൊന്ന് പറഞ്ഞട്ടെ. ആദ്യം നമ്മൾ കാണുന്ന ഒരു കിച്ചണാണ്. മിക്കവാറും കുട്ടികൾ കിച്ചണിലൂടെ കയറുക. ആൺകുട്ടികൾ വരെ ഇപ്പോൾ കിച്ചണിലൂടെ കയറാൻ തുടങ്ങും. ഉമ്മനെ കാണണം അവർക്ക് ആദ്യം, അതുകൊണ്ടാണ് സ്നേഹമാണ്. ആ കിച്ചൺ കണ്ടാൽ നമുക്ക് തോന്നും എന്താണ് ഇത്? ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്ഥലമാണ്. അവിടെ നേരെ കയറുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ലോകത്തിൽ നമ്മളെ അതിനെ ഡൈനിങ് ഹാൾ എന്ന് പറയുള്ളൂ, തിന്നാനായിട്ടൊരു ഹാള്. മനസ്സിലായോ? പേരെന്നെ കൊടുത്തിരിക്കുന്ന ഡൈനിങ് ഹാൾ എന്നാണ്. ലോകത്തിൽ എല്ലായിടത്തും അതിന് ഡൈനിങ് ഹാൾ എന്നൊന്നുമല്ല പറയാ, തിന്നൽ എവിടെ ഇരുന്നിട്ടും തിന്നാലോ. ഇത് തിന്നാനായിട്ട് വലിയ, വീട്ടിന്റെ ഏറ്റവും വലുത് തിന്നാനുള്ള ഹാളാണ്. അപ്പൊ ഉണ്ടാക്കാനുള്ള കിച്ചൺ, സ്ത്രീകൾക്കൊക്കെ അതിന്റെ എക്സ്റ്റൻഷണൽ കിച്ചൺ ഉണ്ടെങ്കിൽ ഭയങ്കര റാഹത്തായി. ഒന്നൊന്നും പോരെ കിച്ചൺ, 2, 3 ഉണ്ടെങ്കിൽ അവർക്ക് ഉഷാറായിട്ട് ഇങ്ങനെ എന്താ ടീച്ചറൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ്. രണ്ടാമത്തെ കിച്ചൺ രണ്ടാമത്തത് ഹാളാണ്. മൂന്നാമത്തത് പിന്നെ ബെഡ്റൂംസ് ആണ്. ബെഡ്റൂംസ് എന്ന് പറഞ്ഞാൽ എന്തായി? അപ്പൊ ഭക്ഷണം ഉണ്ടാക്കലായി, ഭക്ഷണം കഴിക്കലായി, കിടന്നുറങ്ങലായി, 3 പിന്നുള്ളത് ബാത്റൂംസ് ആണ്. അതെന്തിനാന്ന് ഇപ്പം പറയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടാക്കിയത് കഴിച്ച് പിന്നെ കിടന്നുറങ്ങി ഒഴിവാക്കുന്ന സ്ഥലം. ഇത് 4 സത്യത്തിൽ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം. ആണോ അല്ലേ? അങ്ങനെ പച്ചയായിട്ട് പറഞ്ഞു നിങ്ങൾക്കൊന്നും തോന്നരുത്. ഞാൻ രക്ഷിതാക്കളോടാ പറയുന്നത്. ഈ 4 എന്താണ് നമ്മുടെ വീട്ടിലുള്ളത്? എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? 50 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ വീട് വെക്കുമ്പോൾ എന്റെ കുട്ടികൾക്ക് വായിക്കാൻ ഒരു 5 ലക്ഷം രൂപയുടെ പുസ്തകമെങ്കിലും വേണമെന്ന് നമ്മൾ രക്ഷിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ രക്ഷിതാക്കളോട് കണിശമായി പറയല്ല,
ഒരു സുഹൃത്ത് എന്ന നിലക്ക് പറയാണ്, എൻ്റെ മക്കൾക്ക് വായിക്കാൻ. ഇത് കണ്ടാലേ വായിക്കൂ. എന്തുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സിന്റെ മക്കൾ എങ്ങനെയെങ്കിലുമൊക്കെ ഡോക്ടേഴ്സ് ആകണമെന്ന് അറിയോ നിങ്ങൾക്ക്? മിക്കവാറും നോക്കിയാട്ടെ, ഡോക്ടേഴ്സിന്റെ മക്കൾ മിക്കവാറും എന്താവും? ഡോക്ടേഴ്സായി മാറും. അതെന്തുകൊണ്ടാ? ചെറുപ്പത്തിലേ കാണുന്നത് സ്റ്റെതസ്കോപ്പാണ്, ചെറുപ്പത്തിലേ കാണുന്നത് ഉപ്പയെ കാത്തിരിക്കുന്ന ആളുകളെയാണ്, ചെറുപ്പത്തിലേ കാണുന്നത് എന്താണ്? പ്രിസ്ക്രിപ്ഷനും പെന്നും കാര്യങ്ങളൊക്കെയാണ്, ചെറുപ്പത്തിലേ കാണുന്നത് മെഡിസിന്റെ ലോകമാണ്. അതുകൊണ്ട് ആ കുട്ടിക്ക് തോന്നുന്ന അന്തരീക്ഷത്തിൽ വളരുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് എനിക്കും ആകണമെന്ന്. അല്ലാതെ ആ കുട്ടിക്ക് അതിന് മാത്രം സ്കില്ലുണ്ടായിട്ടില്ല. അക്യുമുലേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അക്കൗണ്ടൻസി പഠിക്കുന്നവർക്കറിയാം. ഇതിൽ കൊമേഴ്സുകാർ ആരൊക്കെയാ? അക്കൗണ്ടൻസിൽ അക്യുമുലേഷൻ പഠിച്ചിട്ടില്ലേ? അതിന് ഇനി 5000 തരണോ? എന്താ മോളെ അക്യുമുലേഷൻ? അക്കൗണ്ടൻസിൽ അക്യുമുലേഷൻ എന്താ? ഫസ്റ്റ് ഇയേഴ്സ് അത് മൊത്തം. അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ, റീകൺസിലേഷൻ, ഇത് 4 തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളെ സിലബസാണ് ഞാൻ ചോദിക്കണേ. പറയും, ഞാൻ ചോദിക്കുന്നില്ല. അതിൽപ്പെട്ട ഒന്നാണ് അക്യുമുലേഷൻ. എന്താ അക്യുമുലേഷൻ? കണക്കുകൾ കുമ്പാരമായി വന്ന അവസാനം പിടുത്തം കിട്ടാത്തൊരവസ്ഥയിലേക്ക് കണക്ക് പോകുന്ന, അക്കൗണ്ടൻസി പോകുന്ന ഒരവസ്ഥക്കാണ് അക്യുമുലേഷൻ എന്ന് പറയാം. ഇതേപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ എന്ത് നടക്കുന്നു? വിദ്യാഭ്യാസത്തിന്റെ വ്യത്യസ്തമായ മേഖലകളില്ലാതെ കടന്നു പോകുന്നു. ശ്രദ്ധിക്കണേ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമുക്ക് വായന എന്ന് പറയുന്ന ലോകത്തിന് വേണ്ടിയിട്ട് ഒരു ലോകം കൊടുക്കാത്തത് കൊണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ പാവം നമ്മൾ കുറെ ഉസ്താദുമാരെ കാണുന്നുണ്ടാവും. അവരൊക്കെ വീട്ടിൽ നോക്കി ഒരുപാട് കിതാബുകൾ ഉണ്ടാകും, ഉറപ്പാണ്. കാരണം അവർക്ക് റെഫർ ചെയ്യാൻ. നമുക്കൊരുപാട് സമ്പത്തുണ്ടായിട്ട് പോലും ഒരു 4 പുസ്തകം പോലും നമ്മുടെ വീട്ടിലില്ല. പിന്നെ എന്താ വീടിന്റെ അർത്ഥം? ഞാൻ രക്ഷിതാക്കളോട് പറഞ്ഞത്, നമ്മുടെ കുട്ടികൾക്ക് വായിക്കണ്ടേ? ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു കുട്ടിക്ക് സിവിൽ സർവീസ് എഴുതണമെന്ന് തോന്നുക. കാരണം സിവിൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, അതിൽ എക്കണോമിക്സ് ഉണ്ട്, അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സിന്റെ ലോജിക് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. എല്ലാ ഭാഗങ്ങളും കൂടി പൂർത്തിയാക്കുമ്പോൾ ഒരാൾക്ക് സിവിൽ സർവീസിലേക്ക് കയറാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന ഒരു എക്കണോമിക്സിലൂടെ മാത്രം പോയാലൊന്നും സിവിൽ സർവീസ് കഴിയില്ല. അപ്പൊ നമുക്ക് മാസ്മരികമായ ഒരു ലോകത്തിലേക്ക് കയറണമെങ്കിൽ രണ്ടാമത്തെ എഡ്യൂക്കേഷൻ ആണ് ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ.